بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബയാനു തഫ്സീലി മദാഖിലി ശൈത്താനി ഇലൽ ഖൽബ്, മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പ്രത്യേകതയാണ് കൽബ്. ആ കൽബിലേക്ക് പിശാച് കടന്നു വരുന്ന വഴികൾ അതെങ്ങനെയൊക്കെയാണ്, കൽബിലേക്ക് പിശാച് കടന്നു വരുന്ന, കൽബിനെ പിശാച് സ്വാധീനിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയുന്നുണ്ട്. കൽബ് എന്നുള്ള അവയവം, ഹൃദയം എന്നുള്ള അവയവം മനുഷ്യേതര ജീവികൾക്കുമുണ്ട്. പക്ഷേ അൽ ലത്തീഫത്തു റബ്ബാനിയത്തു റൂഹാനിയ എന്ന് പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ അറിയുവാനുമുള്ള ആ അവയവത്തിൽ നിക്ഷിപ്തമായതായിരിക്കുന്ന കഴിവ്, ഖുവ്വത്ത്, ആ ശക്തി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കാണ് നൽകിയിട്ടുള്ളത്. മനുഷ്യരെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേകതകളിൽപ്പെട്ട ഒന്നും അതാണ്. അപ്പൊ കൽബ് എന്നുള്ള അവയവം അത് മറ്റു പല ജീവികൾക്കും ഉണ്ട്. പക്ഷേ അള്ളാഹുവിനെ അറിയുവാനും മറ്റു കാര്യങ്ങളെ അറിയുവാനും ഒക്കെയുള്ള ഒരു കഴിവ്, അതിന് ചില സ്ഥലങ്ങളിൽ അഖ്ലി എന്നും ഇൽമ് എന്നും ഒക്കെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അത് ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാനുമുള്ള കൽബിനേക്കുള്ള ആ കഴിവ്, അതിനെ പലപ്പോഴും പിശാച് വഴിതെറ്റിക്കും. പലപ്പോഴും എന്നല്ല, മിക്കപ്പോഴും പിശാച് വഴിതെറ്റിക്കും. അങ്ങനെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗസാലി ഇമാമ് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മഹാനൂറുകൾ പറയുന്നു, ഇഅലം അന്ന മിസാലുൽ ഖൽബി മിസാലു ഹുസ്നിൻ, ഹൃദയത്തെ നമുക്ക് ഉപമപ്പെടുത്താൻ കഴിയുന്നത്, ഹൃദയത്തിനൊരു ഉദാഹരണം, അതിന് ഉപമപ്പെടുത്താൻ കഴിയുന്നത് അതൊരു നല്ല ശക്തിയായ ഒരു കോട്ടയോടാണ്. നല്ല ശക്തിയായ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള ഒരു കോട്ട, നല്ല ശക്തിയുള്ള ഒരു കോട്ടയോടാണ് നമുക്ക് ഹൃദയത്തെ ഉപമപ്പെടുത്താനുള്ളത്. വശൈത്താനു, പിശാച് അദുവുൻ, ആ കോട്ടയെ ആക്രമിക്കാൻ വരുന്ന ശത്രുവാണ്. യുരീദു അൻ യദ്ഖുലൽ ഹുസ്ന വ യുമല്ലികഹു യസ്തൗലി അലൈഹി, ആ കോട്ട സ്വന്തമാക്കുവാനും ആ കോട്ടയുടെ മേലിൽ അധികാരം സ്ഥാപിക്കുവാനും അവൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയം ഒരു കോട്ട പോലെയാണ്. അതിൽ അധികാരം ചെലുത്തുവാനും അതിനെ സ്വന്തമാക്കുവാനും അതിന്റെ ശത്രുവായ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. വലാ യുഖ്ദറു അലാ ഹിഫ്ദിൽ ഹുസ്നി മിനൽ അദുവി ഇല്ലാ ബിഹിറാസത്തി അബ്വാബിൽ ഹുസ്ൻ, ആ കോട്ട സംരക്ഷിക്കണമെങ്കിൽ ആ കോട്ടക്കകത്തേക്ക് കടക്കാതിരിക്കുവാനുള്ള സുരക്ഷ, അതിൻ്റെ വാതിലുകൾ, ആ വാതിലുകൾ നല്ലപോലെ സൂക്ഷിക്കാതെ ആ കോട്ടയെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ മവാദിഅ സുലമിഹി, അതിൽ ചില ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ഹോൾസുകൾ ഉണ്ടാവും. ആ ഹോളുകൾ അതും സംരക്ഷിക്കാതെ, കോട്ടയുടെ ഹോളുകളും കോട്ടയുടെ കതകുകളും സംരക്ഷിക്കാതെ കോട്ട സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അത് സംരക്ഷിക്കണമെങ്കിലോ, ആ കോട്ട സംരക്ഷിക്കണമെങ്കിൽ കോട്ടയുടെ വാതിലുകൾ അറിയണം. വാതിലുകൾ കൊണ്ടാണ്, ആ വാതിലുകൾ സംരക്ഷിക്കൽ കൊണ്ടാണ് കോട്ട സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ വാതിലുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. അറിഞ്ഞെങ്കിലല്ലേ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഗസാലി ഇമാം അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. മാ ലാ യതിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്ന അടിസ്ഥാന നിയമപ്രകാരം
കോട്ടകളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിന്റെ വാതിലുകളെ സംരക്ഷിക്കണം. വാതിലുകളെ സംരക്ഷിക്കണമെങ്കിൽ വാതിലുകൾ അറിയണം. അറിഞ്ഞെങ്കിലല്ലേ അത് സംരക്ഷിക്കാൻ സാധിക്കൂ. എന്നിട്ട് മഹാനവറുകൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, ആണയിട്ട് പറയുകയാണ്. വഹിമായത്തുൽ ഖൽബി മിൻ വസ്വാസി ശൈത്വാനി വാജിബത്തുൻ. ഹൃദയത്തെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, അവന്റെ വസ്വാസുകളിൽ നിന്ന് സംരക്ഷിക്കൽ അത് നിർബന്ധമാണ്. ഫർളു ഐനിൻ അലാ കുല്ലി അബ്ദിൻ മുകല്ലഫിൻ. എല്ലാ വ്യക്തികളുടെയും വ്യക്തിഗത ബാധ്യതയാണത്. ഫർളു ഐനാണ്, വ്യക്തിഗത ബാധ്യതയാണ്. എല്ലാ മുസ്ലിമും അത് ചെയ്തേക്കണം. ഹൃദയത്തെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് സംരക്ഷിക്കൽ അത് വലിയ ബാധ്യതയാണ്, ഫർള് ഐനാണ്. ഓരോരുത്തരും അത് ചെയ്തുകൊണ്ടേയിരിക്കണം. വലാ യതവസ്സലു ഇലാ ദഫ്ഇ ശൈത്താനി ഇല്ലാ ബിമഅരിഫതി മദാഖിലിഹി. ശൈത്താനെ തട്ടിമാറ്റാൻ, അവനക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ, അവന്റെ പ്രവേശന കവാടങ്ങളെ സുരക്ഷിതമാക്കുകയല്ലാതെ നിർവാഹമില്ല. ഇമാം വ്യക്തമായി പറയുന്നു, പിശാചിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാതിരിക്കാൻ, അതിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന പ്രവേശന കവാടങ്ങളെ നല്ലപോലെ സൂക്ഷിക്കുകയല്ലാതെ നിർവാഹമില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇത് ഒരുപാട് വാതിലുകളുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് കടന്നു വരുന്ന ധാരാളം കവാടങ്ങളുണ്ട്. വഹിയ കസീറത്തുൻ, അത് വളരെ കൂടുതലാണ്. വളരെ അത്യാവശ്യമുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അത്യാവശ്യമുള്ളത് തന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ആദ്യമായി പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് കടന്നു വരുന്ന പ്രധാനപ്പെട്ട 2 വാതിലുകൾ മഹാനവറുകൾ പറഞ്ഞു. ഫമിൻ അബ്വാബിഹിൽ അദീമത്തി അൽ ഗളബു വശഹ്വ. പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കവാടങ്ങളിൽ നിന്നിട്ട് ഏറ്റവും വലിയ കവാടം ഒന്ന് അൽ ഗളബു, ദേഷ്യമാണ്. വശഹ്വത്തു, മറ്റൊന്ന് വികാരമാണ്. ഈ 2 പിശാച് ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന വാതിലുകളിൽ നിന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഫഇന്നൽ ഗളബ ഹുവ ഗൗലുൽ അഖ്ൽ. ബുദ്ധിയെ പാടെ നശിപ്പിക്കുന്ന ഒന്നാണ് ഗളബ്. ഗൗൽ എന്നാണ് മഹാനായ ഗസാലി ഇമാം അവിടെ പറഞ്ഞത്. ബുദ്ധിയെ പാടെ നശിപ്പിച്ചു കളയും ദേഷ്യം. ഫഇദാ ളഅഫ ജുന്ദുൽ അഖ്ലി ഹജമ ജുന്ദുശ് ശൈത്താൻ. ഹൃദയത്തെ പ്രതിരോധിക്കേണ്ട ബുദ്ധി എന്ന ആ പ്രതിരോധം, ഹൃദയത്തെ പ്രതിരോധിക്കേണ്ട, കാക്കേണ്ട ഒന്നാണ് ബുദ്ധി. ആ ബുദ്ധി എന്ന പ്രതിരോധം ബലഹീനമായാൽ ഹജമ ജുന്ദു ശൈത്താൻ, ശൈത്താന്റെ സ്വാധീനം പെടുന്നനൊക്കെ വരും. ബുദ്ധിയുടെ പ്രതിരോധ ശക്തി അത് ബലഹീനമായി കഴിഞ്ഞാൽ പിശാച് പെടുന്നനുണ്ട് കടന്നു വരും. ഒരൊറ്റ സൈനിക ശത്രുക്കൾ പെടുന്നനെ വന്നു, അവർ ഇരച്ചു കയറി എന്നൊക്കെ പറയാറില്ലേ. അപ്പോ ബുദ്ധിയുടെ ആ പ്രതിരോധ ശക്തി അങ്ങ് ബലഹീനമായി കഴിഞ്ഞാൽ ശൈത്താൻ ഇരച്ചു കയറും. എന്നിട്ട് പറയുന്നു, ഇൻസാൻ, മനുഷ്യൻ ദേഷ്യം പിടിച്ചാൽ ഒസാലിമാവ് പറയാണ്, ലഅബ ശൈത്താനു ബിഹി, ശൈത്താൻ ഓനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. ലഅബ ശൈത്താനു ബിഹി, ദേഷ്യം കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധിയുടെ കൺട്രോൾ പോയിട്ട് ലഅബ ശൈത്താനു ബിഹി, പിന്നെ അവനെ കൺട്രോൾ ചെയ്യുന്നത് ശൈത്താനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തിലേക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അവിടെ ഗസാലി ഇമാം പറഞ്ഞ പ്രയോഗം തന്നെ, ബുദ്ധിയുടെ കൺട്രോളിങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കൺട്രോളിങ് പവർ പിശാചിന്റെ കയ്യിലായി. നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ കൺട്രോൾ നഷ്ടപ്പെടും ദേഷ്യം പിടിച്ചാൽ, അത് നഷ്ടപ്പെടും. അപ്പൊ അവിടെ മഹാനവറുകൾ പറഞ്ഞത് തന്നെ, കമാ യൽഅബു സ്വബിയു ബിൽ ഖുറത്തി, ഫുട്ബോൾ കൊണ്ട് കുട്ടി എങ്ങനെയാണ് കളിക്കുന്നത്, ഫുട്ബോൾ കൊണ്ട് കുട്ടി എങ്ങനെയാണ് അമ്മാനമാടുന്നത്, അതേപോലെ ഹൃദയം കൊണ്ട് നമ്മളെ കൊണ്ട് ശൈത്താൻ അമ്മാനമാടും. ദേഷ്യം പിടിച്ചാൽ ബുദ്ധിയുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫഖദ് റുവിയ അന്ന ഇബ്ലീസ് ലഖിയ മൂസ അലൈഹിസ്സലാം, ഇബ്ലീസുൽ ലഈൻ ഒരിക്കൽ മൂസാ നബിയെ കണ്ടു. മൂസാ നബിയെ കണ്ടപ്പോൾ ഫഖാല ലഹു യാ മൂസ അൻതല്ലദി ഇസ്തഫാക അല്ലാഹു ബിരിസാലത്തി, ഏ മൂസാ നബിയെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം തന്ന് നിങ്ങൾക്ക് ഉന്നത പദവി നൽകിയിട്ടുണ്ട്. വകല്ലമക തക്ലീമ, നിങ്ങളുമായി അല്ലാഹു മുനാജാത്ത് നടത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്.
വഅന ഖൽഖും മിൻ ഖൽഖില്ലാഹി അദ്നബതു മൂസാ നബിയെ, ഞാൻ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്, എന്റെ മക്കളിൽ നിന്നൊരു കുറ്റം വന്നുപോയി, ഒരു തെറ്റ് വന്നുപോയി, ഒരു പാപം വന്നുപോയി. വഅന ഉരീദു അൻ അതൂബ, എനിക്ക് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം. ഫശ്ഫഇ ഇലാ റബ്ബി അൻ യതൂബ അലയ്യ, റബ്ബിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്റെ തൗബയൊന്ന് സ്വീകരിക്കാൻ. ഇബ്ലീസ് പറഞ്ഞതാണ്. ഗസാലി ഇമാം പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് ഇബ്ലീസ് തന്റെ സങ്കടം പറഞ്ഞു. നിങ്ങൾ ഇത്ര ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് റബ്ബിനോട് എന്റെ തൗബയൊന്ന് സ്വീകരിക്കാൻ ഒന്ന് ആവശ്യപ്പെടണം. ഫഖാല ലഹു മൂസാ നഅം, അതെ ഞാൻ പറഞ്ഞോളാം, നീ നല്ലൊരു കാര്യമാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം. ഫലമ്മാ സഅദ മൂസൽ ജബൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുരിസിന പർവ്വതത്തിലേക്ക് കയറി. വകല്ലമ റബ്ബഹു അസ്സ വജല്ല, റബ്ബിനോട് സംസാരിച്ചു. തുരിസിന പർവ്വതത്തിലേക്ക് കയറുന്നത് അവിടെ അള്ളാഹുവിന്റെ സ്ഥലമായതുകൊണ്ടോ അല്ലെങ്കിൽ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മാത്രം പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടോ ഒന്നുമല്ല. അള്ളാഹുമായി മുനാജാത്ത് ചെയ്യുവാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു കൊടുത്ത സ്ഥലം അതായത് കൊണ്ടാണ്, എന്നല്ലാതെ അള്ളാഹ് അവിടെ ആയതുകൊണ്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോയി അള്ളാഹുമായി സംഭാഷണം നടത്തിയത് സിദ്റത്തുൽ മുൻതഹയും അർശും അങ്ങനെ ആർക്കും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക് പോയിട്ട് അള്ളാഹുമായി മുനാജാത്ത് ചെയ്തത് അള്ളാഹ് അവിടെ ആയതുകൊണ്ടല്ല, മറിച്ച് മൂസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മുനാജാത്ത് നടത്താൻ അള്ളാഹു ആ സ്ഥലം തിരഞ്ഞെടുത്തു എന്നതാണ്. എന്നല്ലാതെ അള്ളാഹു എവിടെ എന്നോ അതൊന്നും ചോദിക്കാൻ പറ്റുന്നവനല്ല അള്ളാഹ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാം വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ കലാം. എന്താണ് അള്ളാഹുവിന്റെ കലാം, എങ്ങനെയാണ് മൂസാ നബി അള്ളാഹിന്റെ സംസാരം കേട്ടത് എന്നുള്ള ചർച്ചകളൊക്കെ ആഴമേറിയ ചർച്ചകളാണ്. അത് സാധാരണക്കാരായ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെയും അപ്പുറത്താണ്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുകയല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജല്ല ജലാലുവായ അള്ളാഹുമായി സംസാരിച്ചു. അങ്ങനെ വാറാദൻ നുസൂല, തുരിസിന പർവ്വതത്തിൽ നിന്ന് ഇറങ്ങാൻ പുറപ്പെടുകയാണ്. ഇറങ്ങാൻ പുറപ്പെടുമ്പോ ഖാല ലഹു റബ്ബുഹു അദ്ദിൽ അമാനത്ത്, ഒരു കാര്യം ഏറ്റെടുത്തിട്ടാണല്ലോ ഇവിടെ വന്നത്, അതെന്തേ പറയാത്തത്? അള്ളാഹുമായുള്ള സംസാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ രസത്തിൽ അങ്ങ് മറന്നുപോയി. ഖുർആൻ അറിയുന്ന ആളുകൾക്ക് ഖുർആൻ ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ രസത്തിലൊക്കെ മറക്കും. നല്ല രൂപത്തിൽ നല്ല ശബ്ദമാധുര്യവും തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഹറമൈനി ഷരീഫയിലുള്ള ഖിറാഅത്ത് അതിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ തറാവീഹിലെ ഒന്നാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, ആ അലം തറ കൈഫ തീരുന്നതിനേക്കാളും എളുപ്പത്തിൽ തീരും ഈ ഖുർആൻ ഒരു പേജ്. അതറിയില്ല, തീരുന്നത് അറിയില്ല. അതിന്റെ മനോഹരിതയും അതിന്റെ സ്വാധീന ശക്തിയും വിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങൾ, അതിന്റെ പ്രയോഗങ്ങൾ, അതിന്റെ ശൈലികൾ, ഇതൊക്കെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് വഅദ് പറയുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു ആയത്ത് പറയുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹദീസ് പറയുന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബൈത്ത് ചൊല്ലുന്നു, മഹാന്മാര് ചൊല്ലിയ ബൈത്ത് ചൊല്ലുന്നു. ഇത് മൂന്നും കൂടി ആകുമ്പോൾ തന്നെ അത് കേൾക്കാനുള്ള ഒരു താല്പര്യം ശ്രോതാക്കൾക്ക് വരും. അതുകൊണ്ടാണ് ആ പഴയകാല ശൈലികൾ ഇവിടെ നടപ്പിലായത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്ര മനുഷ്യന്റെ ഹൃദയം പിടിച്ചു ഉലക്കുവാനുള്ള കഴിവുള്ള ഒന്നാണ് അള്ളാഹിന്റെ കലാം. ആ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലുള്ള രസം, അതിലുള്ള സന്തോഷം. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസ് ഏൽപ്പിച്ചു കൊടുത്ത ആ അമാനത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിർവഹിക്കുവാൻ മറന്നുപോയി. ഫഖാല മൂസ യാ റബ്ബി അബ്ദുക ഇബ്ലീസ്, അങ്ങനെ പറഞ്ഞ റബ്ബേ, എന്റെ അബ്ദി ഇബ്ലീസ് യുരീദു അൻ തതൂബ അലൈഹി, ഒന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഫഅല്ലാഹു തആല ഇലാ മൂസ യാ മൂസ ഖദ് ഖളൈതു ഹാജതുക, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഓന്റെ തൗബ ഞാൻ സ്വീകരിച്ചോളാം. മുർഹു അൻ യസ്ജുദ ലിഖബ്രി ആദം ഹത്താ യുതാബ അലൈഹി, ഒരൊറ്റ ഉപാധി, ഒരൊറ്റ നിബന്ധന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒരു സുജൂദ് ചെയ്യണം. വേറെ ഒന്നുമില്ല, ഒറ്റ നിബന്ധനയുള്ളൂ. ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇബ്ലീസ് ഒരു സുജൂദ് ചെയ്യണം. അപ്പൊ മൂസാ നബിക്ക് വലിയ സന്തോഷമായി. ഒരു ചെറിയ ഒരു സിമ്പിൾ വിഷയമല്ലേ, അപ്പൊ അത് വലിയ എളുപ്പമല്ലേ. അവിടെ പോയി സുജൂദ് ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കുമെങ്കിൽ നല്ലൊരു കാര്യമല്ലേ, നമ്മളൊക്കെ രക്ഷപ്പെടും ചെയ്യുമല്ലോ. ഫലഖിയ മൂസ ഇബ്ലീസ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനെ സന്തോഷത്തോടുകൂടെ കണ്ടു. ഫഖാല ലഹു ഖദ് ഖളൈതു ഹാജതക, നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു. റബ്ബിനോട് ഞാൻ പറഞ്ഞു, ഉമിർത അൻ തസ്ജുദ ലിഖബ്രി ആദം ഹത്താ യുതാബ അലൈക്,
അതിനെ പിന്നെ ഖബറിങ്ങ പോയി സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് തൗബ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫഗളിബ, ഇബ്ലീസിന് ദേഷ്യം വന്നു. വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. വഖാല ലം അസ്ജുദ് ലഹു ഹയ്യൻ അസ്ജുദ് ലഹു മയ്യിതൻ, ഹയാത്ത് കാലത്ത് തന്നെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ട് ഇപ്പൊ മരിച്ചിട്ടാ ഞാൻ സുജൂദ് ചെയ്യാൻ പോണത്. ഹയാത്ത് കാലത്ത് തന്നെ സുജൂദ് ചെയ്യാത്ത ഞാനിപ്പോ മരിച്ചിട്ടാണോ സുജൂദ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മൂസാ നബി നിരാശനായി. എന്നിട്ട് ഓനൊരു കാര്യം പറഞ്ഞു, അതാണ് നമ്മുടെ പോയിന്റ്. എന്താ പറഞ്ഞു? സുമ്മ ഖാല യാ മൂസ ഇന്നലക അലിയ ഹഖ്ഖൻ ബിമാ ശഫഅത ലി ഇലാ റബ്ബിക. സംഗതി ഇബ്ലീസ് ആണെങ്കിലും കൂടി ഓനൊരു കാര്യം പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് നിർവഹിച്ചു തന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം ഞാൻ തരണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇബ്ലീസ് ആണ്, ഞാൻ കേൾക്കൂല, എന്നോട് ലോകമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പോയില്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ട് എന്നിട്ട് അള്ളാഹിനോട് സംസാരിച്ചു, എന്നിട്ട് എന്റെ ആവശ്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അള്ളാഹു പറഞ്ഞ ആ റിക്വസ്റ്റ് എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കടമയുണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങളോട് എനിക്കൊരു കടമയുണ്ട്, ഹക്കുണ്ട്, കടമയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാം. നിങ്ങൾ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇതൊരു മനുഷ്യൻ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഒരു പാലം വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടും പോകണം, അവിടുന്ന് ഇങ്ങോട്ടും പോകണം, രണ്ടിടത്തുള്ള ദൂരം ഒന്ന് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് സഹായിച്ചാൽ എപ്പോഴും ഇങ്ങനെ എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് കൂടുതൽ ഇങ്ങനെ എന്നൊരു സ്വഭാവത്തിലേക്ക് പോകണം എന്നാണ് ഉസ്താദുമാരൊക്കെ പഠിപ്പിക്കാറുള്ളത്. എല്ലാം എനിക്ക്, എന്റെ അവകാശത്തെ പറ്റി നല്ല ബോധ്യം, മറ്റുള്ളവരുടെ അവകാശത്തെ പറ്റി യാതൊരു ബോധ്യതയും യാതൊരു ഓർമ്മയും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഏതായിരുന്നാലും ഓന് കാര്യം പറഞ്ഞു. ഇബ്ലീസ് പറഞ്ഞു, ഫദ്കുർനി ഇൻദ സലാസിൻ ലാ അഹ്ലികുക ഫീഹിന്ന. 3 ഘട്ടത്തിൽ ഞാനുണ്ട് എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. 3 ഘട്ടത്തിൽ ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒന്ന് പറഞ്ഞത് ഉദ്കുർനി ഹീന തഗ്ളബു, നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്നാണ്. നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ ഒന്ന് എന്നെ ഓർക്കണം, ആ സമയത്ത് എന്നെ ഒരു ഓർമ്മ വേണം. ഫഇന്ന റൂഹി ഫീ ഖൽബിക, എന്റെ റൂഹ് നിങ്ങളെ ഹൃദയത്തിലുണ്ട്. വഅയ്നി ഫീ ഐനൈക, എന്റെ കണ്ണ് നിങ്ങളെ കണ്ണിലുണ്ട്. വഅജ്രി മിൻക മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും? നടക്കും. അതുകൊണ്ട് ആ ദേഷ്യം പിടിക്കുന്ന നേരത്ത് എന്നെ ഒന്ന് ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെ നശിപ്പിക്കൂല. മറ്റു ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഓർക്കാതിരുന്നാൽ നിങ്ങളുടെ കൺട്രോൾ എന്റെ കയ്യിലാകും. ഞാൻ നിങ്ങളുടെ ശരീരം ശിരസ് മുതൽ പാദം വരെ ഞാനുണ്ട്. അവിടെയൊക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാവൽ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസുമായി ഒരു കണക്ഷൻ സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദ്യുച്ഛക്തി ട്രാൻസ്ഫോമറുകൾക്കും ഇടുക്കിയിലെ പവർ ഹൗസുമായി ബന്ധമുണ്ട്. നമ്മളിവിടെ സ്വിച്ച് ഇടുമ്പോൾ വളരെ പെട്ടെന്ന് ഇതിന്റെ ബന്ധം പോകുന്നത് ഇടുക്കിയിലെ പവർ ഹൗസിലേക്കാണ്. അതേപോലെ കേരളത്തിലുള്ള എല്ലാവിധ ട്രാൻസ്ഫോമറുകൾക്കും ആ പവർ ഹൗസുമായി ബന്ധമുള്ളതുപോലെ, ആ ബന്ധം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ ബന്ധമുള്ളതുപോലെ നമ്മുടെ ശരീരത്തിന്, എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിനും ഇബ്ലീസുമായിട്ട് ഒരു കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്, എക്കോലത്തിലാണ് എന്നൊന്നും നമുക്ക് വിശദമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായിരുന്നാലും ശരി, നിങ്ങൾ ആ സമയത്ത് എന്നെ ഓർത്താൽ ഞങ്ങളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞതാ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതായാലും എനിക്ക് ഉപകാരം ചെയ്തു, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാം. ഒന്ന്, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ എന്നൊന്ന് ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ഉണ്ടെന്നും, ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ കൺട്രോൾ പോകും, പിന്നെ കൺട്രോൾ എന്റെ കയ്യിലാണ് എന്ന ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. രണ്ടാമതായി പറഞ്ഞു, ഉദ്കുർനി ഹീന തലഖി സഹ്ഫ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, ശത്രുപക്ഷത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അത് കൊടുമ്പിരി കൊല്ലുന്ന അവസരത്തിൽ ഫഇന്നി ആതി ബിനി ആദമ ഹീന യൽഖി സഹ്ഫ, യുദ്ധം കൊടുമ്പിരി കൊണ്ടുമ്പോ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ പോകും. ഫഅദ്കുറുഹു സൗജതഹു വവലദഹു വഅഖ്ലഹു ഹത്താ യവല്ലിയ, ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കും അവനെ ഭാര്യയെ പറ്റി ഞാൻ ഓർമ്മിപ്പിച്ചെടുക്കും. ഭാര്യ ഉണ്ടല്ലോ പെരയില്, മക്കളുണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അങ്ങനെ അവനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും, അതിൽ നിന്ന് പിന്തിരിഞ്ഞോടും. അപ്പൊ ആ ചിന്തകളൊക്കെ കടന്നു വരും. അപ്പൊ ആ ചിന്തകളൊക്കെ കടന്നു വരുമ്പോ
യുദ്ധമുഖത്ത് നിൽക്കാൻ കഴിയാതെ വരും. ഇതൊരു യുദ്ധമുഖം മാത്രമല്ല, ഏതൊരു നല്ല കാര്യത്തിലോ തന്നെ അതിലേക്ക് കണ്ട് ഏർപ്പെടുമ്പോഴുള്ള തടസ്സങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നിരത്തി വെക്കും. നല്ലൊരു കാര്യത്തിലേക്ക് കണ്ടുകൊണ്ട് വെക്കുമ്പോൾ അതിന്റെ എല്ലാ തടസ്സങ്ങളും നിരത്തി 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 അവന് കണ്ടു. യുദ്ധം ഒരു സപ്പോസ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ മൂന്നാമതായി പറഞ്ഞ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പെണ്ണിന്റെ അരികിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പെണ്ണ് എന്ന് വെച്ചാൽ വിവാഹബന്ധം നടത്താൻ പറ്റുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ അരികിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങളിലേക്കും അവളിലേക്കുമുള്ള നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലൊരു മധ്യവർത്തി ഞാനായിരിക്കും. നിങ്ങളെ അവളിലേക്കും അവളെ നിങ്ങളിലേക്കും ഞാൻ പരമാവധി അടുപ്പിക്കും. അവിടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ശാരീരിക മറ്റ് ആകർഷണീയ വസ്തുക്കളൊന്നും ഒരു വിഷയമല്ല. അതേത് സൗന്ദര്യമില്ലാത്ത പെണ്ണും അപ്പോൾ സൗന്ദര്യമായിട്ട് തോന്നും. ഏത് ശബ്ദമാധുര്യമില്ലാത്ത പെണ്ണിന്റെയും ശബ്ദം അപ്പോൾ മധുരമായി തോന്നും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാകുന്ന ഒരു ഘട്ടത്തിൽ ഹൽവത്ത് ഉണ്ടാകുമ്പോ, ഒറ്റക്കുണ്ടാകുമ്പോ ഞാൻ അവിടെ ഇടയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുമ്പും കാന്തത്തിനെയും രണ്ടിനെയും എങ്ങനെയാണോ അടുപ്പിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഞാൻ അടുപ്പിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ വിഷയത്തിൽ സഹായിക്കുകയാണെന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസുൽ ലഈൻ പറഞ്ഞത് മഹാനായ ഉസ്സാലി ഇമാം പറയുകയാണ്. ഇനി വഖദ് ദുക്ര അന്ന ബഅദൽ ഔലിയ, ഔലിയാക്കന്മാരിൽ നിന്ന് ചില ആൾക്കാർ ഖാല ലി ഇബ്ലീസ്, ഓൽക്കൊക്കെ ഇബ്ലീസിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഓൽക്ക് കഴിയുമല്ലോ. ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇബ്ലീസിനെ കണ്ടതും സംസാരിച്ചതും അതൊക്കെ ചരിത്രങ്ങളിലുണ്ടല്ലോ. ഇബ്ലീസ വരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചിക്കിടത്തി അയച്ചോവർ, ഇബ്ലീസിനെ തന്നെ നിരാശപ്പെടുത്തിയിട്ട് അയക്കാനൊക്കെ ഉള്ള കഴിവ്, അതൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ആകുന്ന മുറബിയായ ശൈഖ് ഗൗസുൽ ആദമിനെ നിയന്ത്രിച്ചപ്പോ അതിനൊക്കെ എന്ത് ചെയ്തു സാധിച്ചു. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി, അൽ ബദറുൽ കമാലായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഗൗസുൽ ആദമിനെ പോലത്തെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇബ്ലീസിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് നല്ല നല്ല ആളുകളുമായി കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ അവരെ കാണുമ്പോഴൊക്കെ ദ്വാരക്കാൻ പറഞ്ഞ് അവരോടൊക്കെ മഹബത്ത്, അതേപോലെ തന്നെ അവർക്കൊക്കെ ഒരു ഫാത്തിഹ ഒക്കെ ഓതുമ്പോൾ അവരോടൊക്കെ കൺട്രോളും ഒരു നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ആത്മീയമായ നിയന്ത്രണങ്ങളാണ്. അത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഏതായിരുന്നാലും ഔലിയാക്കന്മാരെന്ന് ചില ആൾക്കാർ ചോദിച്ചു, അരിനി കൈഫ തഗ്ലിബു ഇബ്ന ആദം, ഇബ്നു ആദമിൽ നീ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഇബ്നു ആദമിനെ എങ്ങനെയാണ് മനുഷ്യരെ നീ എങ്ങനെയാണ് കീഴടക്കുന്നത്? മനുഷ്യരെ എങ്ങനെയാണ് നീ കീഴടക്കുന്നത്? ഫഖാല ആഖുദുഹു ഇൻദൽ ഗളബി, ഞാൻ അവനെ പിടിക്കുന്നത് ദേഷ്യം പിടിക്കുമ്പോഴാണ്. ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പിടുത്തം പിടിക്കുക. ആഖുദുഹു ഇൻദൽ ഗളബ്, ഗളബിന്റെ അവസരത്തിലാണ്, ദേഷ്യം പിടിക്കുമ്പോഴാണ് ഞാൻ അവനെ പിടിക്കുന്നത്. വഇൻദൽ ഹവാ, മറ്റൊന്ന് വികാരമുണ്ടാകുമ്പോൾ, ദുനിയാവിയായ ആഡംബരങ്ങളോടും മറ്റുമൊക്കെ അവനക്ക് താല്പര്യം തോന്നും. ഔലിയാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ കഴിവന്നെ ഈ കാണുന്നതൊന്നും ഒരു അലങ്കാരമല്ല, ഒരു ചുറുക്കുമല്ല, ഒന്നുമല്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായ വിശ്വാസം അവർ ആദ്യം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതൊന്നുമല്ല, ഈ കാണുന്നതൊന്നുമല്ല, ഇതൊക്കെ ഹോട്ടലിലെ ചില്ലുകൂട്ടിലിട്ട ഭക്ഷണങ്ങൾക്ക് തുല്യമാണ്, ആ കളറ് പിടിപ്പിച്ച ആ ഭക്ഷണങ്ങൾക്ക് തുല്യമാണ് ഈ കാണുന്നത്. ഇതൊന്നും ഒരു ചൊറുക്കല്ല, ഇതൊന്നും ഒന്നുമല്ല എന്ന ഒന്ന് അവർക്ക് നേരത്തെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ എവിഡൻസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ വെറുതെ അങ്ങ് പറയല്ല. ഒരു വസ്തുവിന് ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ അതിന് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ മനസ്സിൽ ഉറക്കും, നല്ലപോലെ ഉറക്കും. അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സൃഷ്ടികൾ, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ. സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിനെ കാണലും അള്ളാഹുവിനെ അറിയലുമാണ് പരമോന്നതമായത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അങ്ങനെയാണ് ഈ ഒരു ടെൻഷനും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഇർഷാദ് യാഫി അബ്ദുല്ലാഹി യാഫി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ, ആ മഹാന് പുറത്തേക്ക് ഇറങ്ങണില്ല. എന്താ പുറത്തേക്ക് ഇറങ്ങാത്തത്?
പുറത്തേക്ക് ഇറങ്ങാൻ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല, ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല. അദ്ദേഹത്തിന്റെ കുട്ടികൾ, പെൺകുട്ടികളടക്കം അവരും അകത്ത്, ഓൽക്കും ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല. അപ്പൊ അങ്ങനെ അവിടുത്തെ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് അദ്ദേഹം റൂമിലിരുന്ന് ജനൽക്ക് കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം റൂമിലുണ്ടാവും, ജനൽക്ക് കൂടെ ഇൽമു പറഞ്ഞു കൊടുക്കും. അപ്പോ ഈ ദുരന്തം, മഹാദുരന്തം എന്ന് പറയേണ്ട ഇതിനെ പറ്റിയിട്ട് അത് ശിഷ്യന്മാരൊക്കെ അറിഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, ഒന്ന് അള്ളഹാനോട് ദ്വാരന്നൂടെ എന്ന് പറഞ്ഞപ്പോ, വല്ലാതെ നിർബന്ധിച്ചപ്പോ മഹാനോട് ദ്വാ എന്താണെന്നറിയോ? പടച്ചോനെ, നീ ഇങ്ങനൊക്കെ പരീക്ഷിക്കല് നിന്റെ ഔലിയാക്കന്മാരെയാണ്, ഇങ്ങനെ ഭക്ഷണം തരാൻ. അല്ലാഹുമ്മ ഇന്നക ജവ്വഅതനി വജവ്വഅത ഇയാലി വഅറൈതനി വഅറൈത ഇയാലി. അല്ലാഹുവേ, നീ എന്നെ വിശപ്പുള്ളവനാക്കി, എന്റെ മക്കളെയും വിശപ്പുള്ളവനാക്കി, അതേപോലെ തന്നെ എന്നെ നീ നഗ്നനാക്കി, വിവസ്ത്രനാക്കി, വസ്ത്രമില്ലാത്തവനാക്കി, എന്റെ മക്കൾക്കും വസ്ത്രമില്ലാത്ത അവസ്ഥയൊക്കെ നീ തന്നു. പടച്ചോൻ ഇങ്ങനൊക്കെ ചെയ്യല് എന്റെ ഔലിയാക്കന്മാരെയാണ്. ഞാൻ ഔലിയാക്കന്മാരിൽ പൊട്ടിക്കണമെങ്കിൽ അൽഹംദുലില്ലാ, അങ്ങനെ അറിയാം. ഞാൻ ഔലിയാക്കന്മാരിൽ പൊട്ടിക്കണമെങ്കിൽ അൽഹംദുലില്ലാ. ഇങ്ങനൊക്കെ പരീക്ഷിക്കൽ ഓലയാണ്. അപ്പൊ ഓൽക്കൊന്നൊരു വിഷയമല്ല. ഓൽക്കൊക്കെ അത് സ്വർണം കാച്ചുന്നതിനനുസരിച്ച് അതിങ്ങനെ പ്രകാശം കൂടുതൽ ചെയ്യല, തിളക്കം കൂടുതൽ ചെയ്യുക, അവർക്കൊന്നൊരു വിഷയമല്ല. എന്തുകൊണ്ട് വിഷയമല്ല? നമുക്ക് തോന്നും ഇങ്ങനെ ഇടങ്ങാറാവുകയാണ്, വിഷമിക്കുകയാണ്, നമുക്ക് തോന്നും. ഒന്നുമല്ല. എന്തുകൊണ്ട് അവർ ഇത് ബേസായിട്ട് അവരായും തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല എന്നുള്ള, ഇത് ഒന്നും ആണ് എന്നുള്ള തോന്നൽ നമുക്ക് വന്നുകൊണ്ടാണ് നമ്മൾ കുടുങ്ങിയത്. അവിടെയാണ് ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞൊരു കാര്യം, ഞാൻ ആഖുദുഹു ഇൻദൽ ഗളബി വഇൻദൽ ഹവ. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, മൈലുൻ നഫ്സില അംരിൻ ദുന്യവിയിൻ, ഈ കാണുന്നതൊക്കെ ആനന്ദകരവും ആഹ്ലാദകരവുമാണ് എന്നുള്ളൊരു തോന്നല്, ഇതിലുള്ള ഒരു രസം, ഇതിലുള്ള ഒരു സന്തോഷം, ഇതൊക്കെയാണ് സന്തോഷങ്ങൾ. ഇതിങ്ങനെ ടൂറ് പോകലും, അവിടെ പോകലും, ഇവിടെ പോകലും, പാർക്കിൽ പോകലും, മറ്റൊരുത്ത് പോകലും, ഇതൊക്കെയാണ് സന്തോഷം എന്നൊരു തോന്നൽ. ഖുർആനോദല്, ഹദീസ് വായിക്കല്, ദർസ് നടത്തല്, അതേപോലെ തന്നെ ദിക്ർ ചൊല്ലല്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന സർവ്വ സാധനങ്ങളും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, 3 ശബ്ദങ്ങൾ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 3 ശബ്ദങ്ങളിൽ ഒരു ശബ്ദം സൗത്തുദ്ദീഖി, കോഴിയുടെ ശബ്ദമാണ്. അതെന്തേ കോഴിയുടെ ശബ്ദം അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവാനുള്ള കാരണം എന്തേ? അതിന് മഹാന്മാര് പറഞ്ഞത്, കോഴി ശബ്ദിക്കുന്ന അവസരത്തിൽ മലായിക്കത്ത് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന, കോഴി ശബ്ദിക്കുമ്പോൾ മലായിക്കത്ത് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് അള്ളാഹുവിനെ വലിയ വാഴ്ത്തൽ, പരിശുദ്ധമാക്കും എന്നാണ്. അതുകൊണ്ടാണ് കോഴിയുടെ ശബ്ദം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുണ്ടാവാനുള്ള കാരണം എന്ന് മഹാന്മാർ പറഞ്ഞു. രണ്ടാമത്തെ ശബ്ദം സൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുടെ ശബ്ദം. അതുകൊണ്ടാണ് ഒരു ചെറിയ ശബ്ദത്തിൽ ശരീരം കേൾക്കുന്ന രൂപത്തിലെങ്കിലും ഖുർആൻ ഓതണം, ചെറിയ ശബ്ദത്തിലെങ്കിലും ഖുർആൻ ഓതണം. സൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുടെ ശബ്ദം. മൂന്നാമത്തതോ വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങളാണ്. ആ ഇഷ്ടമുള്ള ശബ്ദങ്ങൾ, 2 ശബ്ദം നമുക്ക് ഇഷ്ടമുള്ള ശബ്ദമാക്കാൻ നമുക്ക് കഴിയും. ഒന്ന് പിന്നെ കോഴിയല്ലല്ലേ നമ്മൾ, അപ്പൊ അതാക്കാൻ കഴിയും. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ആനന്ദമാണ്. ഒരു കാലം നിന്നിട്ട് ഓസുൽ ആദം ഒരു ഖത്തം തീർക്കുന്നത് അതിന്റെ ആനന്ദം കൊണ്ടാണ്. അത് ആനന്ദം, അതിലുള്ള രസം കൊണ്ടാണ്. അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റക്അത്തിൽ തന്നെ അൽ ബഖറ ഓതി തീർക്കും. 2 ജുസയിൽ അധികം ഉണ്ടത്. അൽ ബഖറ ഓതി തീർക്കും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന ഇബ്ലീസ് ലഹറ ലിറാഹിബിൻ, ഇബ്ലീസ് ഒരു പുരോഹിതന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. ഫഖാല ലഹു റാഹിബു, അപ്പോൾ പുരോഹിതൻ ചോദിച്ചു. റാഹിബ് എന്ന് പറയുന്നത് ക്രിസ്തീയ പുരോഹിതന്മാരെ പറ്റിയുള്ള പ്രയോഗമാണ്. റാഹിബ് ചോദിച്ചു, അയ്യു അഖ്ലാഖി ബനി ആദമ അഅ്വലു ലക, മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്ന് നിന്നെ ഏറ്റവും സഹായിക്കുന്ന സ്വഭാവം ഏതാണ്? നല്ലൊരു ചോദ്യം. മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്ന് നിന്നെ ഏറ്റവും സഹായിക്കുന്ന, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിന്നെ ഏറ്റവും സഹായിക്കുന്ന സ്വഭാവം ഏതാ? ഖാല അൽ ഹിദ്ദത്തു. അവിടെ ഇബ്ലീസ് പറഞ്ഞത് ദേഷ്യത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണം, ദേഷ്യത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണം. ഫഇന്നൽ അബദ ഇദാ കാന ഹദീദൻ, ഓന് ദേഷ്യത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖല്ലബ്നാഹു കമാ യുഖല്ലിബു അസ്ബിയാനു അൽ ഖുറത്ത, കുട്ടിയോള് പന്തേറ്റ് കളിക്കണമാതിരി ഞാൻ ഓനങ്ങനെ കളിപ്പിക്കും. ദേഷ്യം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി, അങ്ങനെയാണ് അവൻ പറഞ്ഞു കൊടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്.
കുട്ടിയോള് പന്തേറ്റ് കളിക്കണം മാതിരി. അപ്പൊ പിന്നെ പന്ത് അങ്ങോട്ടും തൊട്ടും എവിടേക്കും തട്ടാലോ, അവിടെ പിന്നെ ഒന്നുമില്ലല്ലോ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കളിന്റെ നിബന്ധനകൾ അവിടെ ഇല്ല, അവിടെ ഫൗളില്ല, അവിടെ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അതേമാതിരി ഞാൻ നല്ലൊരു ഉദാഹരണം, അതേമാതിരി ദേഷ്യം പിടിച്ചാൽ ഞാൻ അവനെ കളിപ്പിക്കും. അവിടെയാണ് നമുക്ക് നമ്മുടെ ആരോഗ്യവും, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ കഴിവും അവന്റെ ശക്തിയും ഒക്കെ കാണേണ്ട സ്ഥലം അവിടെയാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും എളുപ്പാക്കി തരുമാറാകട്ടെ. നിസ്കാരം ഖളാ ആക്കൽ വലിയ കുറ്റാണ്. നിസ്കാരം ഖളാ ആക്കുക, സമയം കഴിഞ്ഞ് നിസ്കരിക്കാതിരിക്കൽ അതിനേക്കാളും വലിയ കുറ്റം. സമയം കഴിഞ്ഞ് നിസ്കരിക്കൽ അത് ഹറാമാണ്, വലിയ കുറ്റമാണ്. അപ്പൊ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഒരാൾ അകാരണമായി ഖളാ ആക്കിയാൽ അതൊരു വലിയ കുറ്റമാണെന്ന് മാത്രമല്ല, ദുഹർ നിസ്കാരം മഗ്രിബിന്റെ മുമ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മഗ്രിബ് വരേക്കും അതിന്റെ സമയം പറയാനുള്ള കാരണം ദുഹറിനെ അസറിലേക്ക് ജമ്മാക്കിയാൽ മഗ്രിബ് വരെ നിസ്കരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഓരോ കൊല്ലണം, ഓനക്ക് ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അവകാശമില്ല എന്നാണ് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരാൾ വീട്ടിലുണ്ടായാൽ, നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ വീട്ടിലുണ്ടായാൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരൂല എന്നാണ്. ഈ ഇന്നത്തെ ളുഹർ നിസ്കാരം മഗ്രിബിന്റെ നിസ്കരിക്കാത്ത ഒരുത്തി വീട്ടിലുണ്ടായാൽ, നമ്മളെ മക്കളാവട്ടെ ആരാവട്ടെ വീട്ടിലുണ്ടായാൽ, അവിടെ അമ്മാക്കും പാപ്പാക്കും നല്ല പോലെ കടന്നിട്ട് മരിക്കാൻ കഴിയില്ല. കാരണം റഹ്മത്തിന്റെ മലായിക്കത്ത് അങ്ങോട്ട് വരൂല. താരിഖുസ്സലാത്ത്, നിസ്കാരം ഒഴിവാക്കിയവന്റെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ വരൂല. അത്രക്കും നജസാണ്, പട്ടിയേക്കാളും നായേക്കാളും മോശമാണ്. അപ്പോ നിസ്കാരം അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോ അസ്വലാത്തു ലിഅവ്വലി വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. അവ്വൽ വഖ്ത്, ഈ അവ്വൽ വഖ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി എത്രയാണ്? അവ്വൽ വഖ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് കൊടുത്തു, അതാണ് നമ്മുടെ നാട്ടിലൊക്കെ സമയം അറിയുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്തു, മലമൂത്ര വിസർജനത്തിന്, അതേപോലെ തന്നെ ഔറത്ത് മറക്കാൻ, വുളൂ ചെയ്യാനുള്ള സമയം, അതാണ് അവ്വൽ വഖ്ത്. ഓരോരുത്തർ ആദ്യ ടൈമിൽ വ്യത്യാസപ്പെടും, ചില ആൾക്കാർക്ക് മൂത്രം ഒഴിക്കാൻ ചിലപ്പോൾ നേരം പിടിക്കും. അതൊക്കെ നേരത്തെ എല്ലാം കഴിച്ച് വെക്കലാണ് ഏറ്റവും അഫ്ളൽ. പക്ഷെ ഈ അവ്വൽ വഖ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവൻ മലമൂത്ര വിസർജനത്തിനും അതേപോലെ തന്നെ പിന്നെ ഔറത്ത് മറക്കാനും വുളൂ ചെയ്യാനും ഒക്കെയുള്ള സമയം ആയാൽ അവ്വൽ വഖ്തായി. അത് കഴിഞ്ഞാൽ പിന്നെ അവ്വൽ വഖ്ത് പോയി. ആ അവ്വൽ വഖ്തിന് മഹാനായ കക്കിടിപ്പുറം റഹ്മത്തുള്ളാഹിന്റെ പള്ളിയിൽ ഇപ്പൊ ചെന്നാലും കാണാം, ബാങ്ക് കൊടുത്തിട്ട് റവാത്തിബ് സുന്നത്ത് 4 റക്അത്ത് അത് നിസ്കരിച്ചാൽ ഉടനെ നിസ്കരിക്കും. പിന്നെ ആരും കാക്കൂല, ഉടനെ നിസ്കരിക്കും. നമ്മുടെ നാട്ടിൽ 20 മിനിറ്റുള്ള സ്ഥലങ്ങളുണ്ട്, 15 മിനിറ്റുള്ള സ്ഥലങ്ങളുണ്ട്, 25 മിനിറ്റുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച് 20 മിനിറ്റ് കുറെ കൂടുതലാണ്. അപ്പൊ ഒരിക്കലും പള്ളിക്ക് കയറിച്ചപ്പോ 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സുബഹിക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചില പള്ളികളിൽ കയറും. അങ്ങനെ കയറുമ്പോൾ ഒരു പള്ളിയിൽ നല്ല ഖിറാഅത്തുള്ള ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ തന്നെ ലക്ഷ്യമാക്കി ഞാൻ പോകും. ആ നല്ല ഖിറാഅത്ത് ഒരു തങ്ങളാണ്, ജമലുല്ലൈലി തങ്ങളാണ്. ഇവിടെ ഖിറാഅത്ത് നല്ല ഉഷാറുള്ള ഖിറാഅത്ത്. അപ്പൊ അവിടെ പോയി നിൽക്കും. അപ്പൊ അവിടെ 25 മിനിറ്റാണ്, ചെമ്പ്ര ഭാഗത്ത് താന്നൂരടുത്ത് 25 മിനിറ്റാണ്. അങ്ങനെ അതൊക്കെ അവ്വൽ വഖ്തിൽ നിന്നിട്ട് പോകുന്നില്ല, അതൊക്കെ അവ്വൽ വഖ്തിൽ തന്നെ പെടും. അപ്പൊ ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട വലിയൊരു സൗഭാഗ്യമാണ് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ നിസ്കാരം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ചെയ്യാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വലിയ സൗഭാഗ്യമാണ്. എൻ്റെ വാപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ചില ആൾക്കാർ നിസ്കാരത്തിന് നേരത്തെ കയറി വന്നാൽ ഉടനെ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ എന്ന സ്ഥലത്തുനിന്നാണ്. നിങ്ങൾ വരുമ്പോൾ പള്ളി അവിടെ ഉണ്ടായിരുന്നു, അവിടെ കിരിച്ചുണ്ടായിരുന്നു, എനിക്ക് പള്ളിക്കൊക്കെ പോകാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഇന്റെ ജമാഅത്തും കൂടി നഷ്ടപ്പെടുത്താൻ അപ്പൊ നിങ്ങൾ വന്നിക്കണത്, നിങ്ങൾക്ക് അവിടെ പള്ളി അത് തിരിച്ചിട്ട് പോന്നാൽ പോരെ. പിന്നെ അയാൾ മരിക്കോളം അത് ചെയ്യും. അപ്പൊ അരണ്ടൂര് പറഞ്ഞ പിന്നെ അങ്ങനെയാണ്. പിന്നെ അവിടെ അയാൾ നന്നാകാൻ വേണ്ടി പറയുമ്പോൾ അതിന്റെ ചിലപ്പം ഗൗരവമൊക്കെ ഒന്ന് കൂട്ടും. ആ ഗൗരവം കൂട്ടുന്നൊക്കെ ഓൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ പറയാം, നല്ല ഇഷ്ടമാണ്. അതാരാണെന്നും നോക്കൂല, എത്ര വലിയ ആളാണ് അങ്ങനൊന്നും നോക്കൂല. അത് കാരണം ഓല് നന്നായി അതോടുകൂടെ
ഒരു നന്നായി. ഓൽക്കത് വലിയ ഇഷ്ടമാണ്, അത് അങ്ങനെ കേൾക്കുന്നത് ഓൽക്ക് ഇഷ്ടമാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ചക്കരയും തേങ്ങൊക്കെ വെച്ച് വർത്താനം പറഞ്ഞാലേ മനുഷ്യന്മാർക്ക് ഏതാവുള്ളൂ, തൃപ്തിയാവുള്ളൂ. അത് നമ്മളെ തോന്നലാണ്. അത് നമ്മൾക്ക് അങ്ങനെ തോന്നപ്പ പറയേണ്ടത് പറയാ, അള്ളാഹിനെ വിചാരിച്ചിട്ടാണ് പറയാ. അപ്പൊ അന്നല്ലേ അതൊക്കെ കബൂലിയത്ത് കൊടുക്കുന്നവന് അന്നല്ലേ. അപ്പൊ അത് വളരെ കണിശമായിട്ട് പാലിക്കുമ്പോ, വളരെ കണിശം, മരിക്കോളം അങ്ങനെ തന്നെയാണ് പാലിച്ചു. മരിക്കണം അന്നും സുബഹിസ്കരിച്ചു ചെയ്യും, കിടന്നിട്ട് നിസ്കരിച്ചു ചെയ്യും. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഞങ്ങൾ എവിടെ പോയി വന്നാലും നിസ്കരിച്ചിക്കണോ എന്ന് ആദ്യം ചോദിക്കാം. നമുക്ക് ചോറ് ഇട്ടിക്കണോ ചായ ഇട്ടിക്കണോ അതൊന്നുമില്ല ചോദിക്കാം. നിസ്കരിച്ചിക്കണോ എന്നാണ് ചോദിക്കാം. ഫസ്റ്റ് തന്നെ ചോദിക്കലാണ്. അപ്പൊ ആ ഒരു പേടി, നിസ്കരിച്ചിക്കണോ, എവിടെ നിന്ന് നിസ്കരിച്ചത്, അതാണ് ചോദിക്കുക. അപ്പൊ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആരോ ഒപ്പം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ചെറുപ്പം മുതലേ അതൊരു പേടി, അത് നിർവഹിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുത്തൻ സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ റുക്കൂയിലും സുജൂദിലും ഒക്കെ തസ്ബീഹ് പൂർത്തിയായി ചെല്ലി, അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിലെ എല്ലാ സുന്നത്തുകളും എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഫർദ് നിസ്കരിക്കുമ്പോഴത്തേക്ക് ഖളാ ആയി പോകും. ഫർദ് നിസ്കരിക്കുമ്പോൾ തന്നെ ഖളാ ആയി പോകും, സമയം കഴിഞ്ഞു. എങ്കിൽ ഈ സുന്നത്ത് പൂർണ്ണമായി അവൻ നിസ്കരിച്ചാൽ, പൂർണ്ണമായി സുന്നത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ ഈ ഖളാ ആക്കിയ കുറ്റക്കാരനാകുമോ? ഖളാ ആക്കിയ കുറ്റക്കാരനാകുമോ? ഫലാ ഇസ്മ അലൈഹി, അവൻക്ക് കുറ്റമില്ലെന്നാണ്. ഖളാ ആക്കിയ കുറ്റക്കാരനാവലാണ്. കാരണം ഇവിടെ ഈ സുന്നത്തുകളിലെ സുന്നത്ത് എടുക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. അപ്പൊ സുന്നത്തിന് സുന്നത്ത് അവൻ എടുക്കുമ്പോൾ ആ സുന്നത്ത് പൂർണ്ണമായി നിസ്കരിച്ചിട്ട് അതുകൊണ്ട് നിസ്കാരം ഖളാ ആയി പോയാൽ അവൻ കുറ്റക്കാരനല്ലെന്ന്. നിസ്കാരം ഖളാ കൂട്ടുമ്പോൾ ഖളാ ആക്കൽ കുറ്റമാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ സുന്നത്ത് നിസ്കാരത്തിലെ സുന്നത്തുകളൊക്കെ എടുത്ത് പൂർത്തിയായി എടുത്തിട്ട് അവനക്ക് ഖളാ ആയി പോയ സ്പീഡിൽ ചെയ്തോളണമെന്നില്ല. പക്ഷേ അങ്ങനെ സുന്നത്തുകളൊക്കെ കുറച്ചിട്ട് ഖളാ ആക്കാതെ ചെയ്യലാണ് നല്ലത്. നല്ലത് അങ്ങനെ തന്നെയാണ്. സുന്നത്തുകളൊക്കെ കുറച്ചിട്ട് ഖളാ ആക്കാതെ ചെയ്യലാണ് നല്ലത്. അങ്ങനെ ഖളാ ആയി പോയാൽ കുറ്റമില്ലെന്നർത്ഥം. ഖളാ ആയി പോയാൽ കുറ്റമില്ല. കാരണം ആ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് കൽപ്പിക്കപ്പെട്ടത് കൊണ്ടിട്ട് അതുകൊണ്ട് കുറ്റമില്ലെന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞത്. റഹ്മുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ അമലായി നമ്മുടെ വക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ അല്ലാഹു നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ തലാമീദുകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പലരും പല വിധേനയുള്ള രോഗമുള്ളവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലുള്ള ഉമ്മമാരടക്കമുള്ളവർക്കൊക്കെ അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ഇന്ന് നമുക്ക് ചായയും പലഹാരവും തരുന്ന നമ്മുടെ സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.